ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സഖ്യചർച്ചയും സീറ്റ് വിഭജന ചർച്ചയും വേഗത്തിൽ തീർക്കണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദില്ലിയിൽ എപിയുമായി സഖ്യമുണ്ടാക്കണമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും ദില്ലി ഘടകം ഇതിന് വിരുദ്ധമായ അഭിപ്രായമാണ് മുന്നോട്ടുവച്ചത്. സംസ്ഥാനത്തെ പ്രവർത്തകരുടെ തീരുമാനം എന്താണെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി. സാധാരണ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. രാഹുൽ ബൂത്ത്തല പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തുകയാണ്. ഇതിനുശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. ഒറ്റയ്ക്ക് നിന്നാൽ ജയസാധ്യത കുറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം സഖ്യമുണ്ടാക്കുകയാണ് കോൺഗ്രസ്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്തും ഇതേ തന്ത്രമാണ് പയറ്റിയത്. എന്നാൽ രണ്ടാം UPA സർക്കാരിന്റെ അവസാന നാളുകളിൽ പല സഖ്യകക്ഷികളും വിട്ടുപിരിയുകയായിരുന്നു. രണ്ടാം UPA സർക്കാരിന്റെ അവസാന കാലയളവിൽ BJP തരംഗമുണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. കരുതിയ പോലെ BJP കൂടുതൽ സീറ്റ് നേടി അധികാരത്തിലെത്തി. ഇതോടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് പ്രാദേശിക കക്ഷികൾ അകലുകയായിരുന്നു. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടമായ തരംഗം ഒരു കക്ഷിക്കും അവകാശപ്പെടാനില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സാധ്യമായ സംസ്ഥാനങ്ങളിൽ സഖ്യമുണ്ടാക്കുന്നത്. ബീഹാർ, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ബംഗാൾ തുടങ്ങിയ 9 സംസ്ഥാനങ്ങളിലാണ് സഖ്യമുണ്ടാക്കുന്നത്. കർണാടക, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസ് സഖ്യസാധ്യത പൂർത്തിയാക്കി. സീറ്റ് വിഭജന ചർച്ച അന്തിമഘട്ടത്തിലാണ്. എന്നാൽ ആന്ധ്രയിൽ ആരുമായി സഖ്യമില്ല. തെലങ്കാനയിൽ 7 സീറ്റ് ലക്ഷ്യമിട്ട് നീങ്ങാനാണ് കോൺഗ്രസ് ശ്രമം. അസറുദ്ദീൻ, വിജയശാന്തി എന്നിവരെ മുന്നിൽ നിർത്തിയാണ് തെലങ്കാനയിൽ കരുക്കൾ നീക്കുന്നത്. എന്നാൽ ശക്തനായ എതിരാളി TRS നേതാവ് ചന്ദ്രശേഖർ റാവു ആണ്. ദില്ലിയിൽ AAPയുമായി സഖ്യമില്ലെങ്കിൽ ഹരിയാനയിലും പഞ്ചാബിലും തനിച്ചു മത്സരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച തുടങ്ങിയത്. UPയിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കേരളത്തിൽ K സുധാകരനും PC ചാക്കോയും മത്സരിക്കുമെന്നാണ് വിവരം. ഇനി ഉമ്മൻചാണ്ടി മത്സരിക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. നേരത്തെ സുധാകരൻ മത്സരിക്കില്ലെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷന്മാരും സംഘടനാ നേതാക്കളുമെല്ലാം മത്സരിക്കും. ഗുലാം നബി ആസാദ്, അംബിക സോണി, ഹരീഷ് റാവത്ത്, മുകുൾ വാസ്നിക്, മല്ലികാർജുൻ ഖാർഗെ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ മത്സരിക്കും.